ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഓണവുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് നോക്കാം. ഓണമൊക്കെ അങ്ങ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. നിഷ്കളങ്കരുടെ പ്രതീകം എന്ന് കരുതപ്പെടുന്ന പൂക്കളത്തിലെ പ്രധാനപ്പെട്ട പൂവ് ഏതാണ്? നിഷ്കളങ്കരുടെ പ്രതീകം എന്ന് കരുതപ്പെടുന്ന പൂക്കളത്തിലെ പ്രധാനപ്പെട്ട പൂവാണ് തുമ്പപ്പൂവ്. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി കാണപ്പെടുന്ന പൂവ് ഏതാണ്? ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി കാണപ്പെടുന്ന പൂവാണ് മുക്കുറ്റിപ്പൂവ്. AD 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പെരിയോരുടെ ഏത് കൃതിയിലാണ് ഓണത്തെപ്പറ്റി പരാമർശിക്കുന്നത്? പെരിയോരുടെ പല്ലാണ്ട് എന്ന കൃതിയിലാണ് ഓണത്തെപ്പറ്റി പരാമർശിക്കുന്നത്. പല്ലാണ്ട്. തൃക്കാക്കരയപ്പനോടൊപ്പം പൂക്കളത്തിൽ ശിവസങ്കല്പത്തിൽ വെക്കുന്ന മണ്ണുരുള ഏതാണ്? മണ്ണുരുള എന്ന് പറയുന്നത് മാതേവറാണ്. മണ്ണുരുളയാണ് മാതേവർ. വാമനമൂർത്തിയെ തൃക്കാക്കരയിൽ പ്രതിഷ്ഠിച്ചത് ആരാണ്? പരശുരാമനാണ് വാമനമൂർത്തിയെ തൃക്കാക്കരയിൽ പ്രതിഷ്ഠിച്ചത്. പരശുരാമൻ. ആറാം ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആറാം ഓണം അറിയപ്പെടുന്നത് കാടിയോണം. കാടിയോണം എന്നാണ് ആറാം ഓണം അറിയപ്പെടുന്നത്. കാടിയോണം. ആരുടെ പുത്രനാണ് മഹാബലി? ആരുടെ പുത്രനാണ് മഹാബലി? വീരോചനൻ. വീരോചനൻ്റെ പുത്രനാണ് മഹാബലി. വീരോചനൻ്റെ പുത്രനാണ് മഹാബലി. മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് ജില്ലയിലാണ്. ഓണത്തെപ്പറ്റി പരാമർശിക്കുന്ന വേദം ഏതാണ്? ഓണത്തെപ്പറ്റി പരാമർശമുള്ള വേദം ഏതാണ്? ഋഗ്വേദത്തിലാണ് ഓണത്തെപ്പറ്റി പരാമർശിക്കുന്നത്. ഏത് വേദത്തിലാണ്? ഋഗ്വേദം. ഓണവുമായി ബന്ധപ്പെട്ട തുമ്പിത്തുള്ളൽ എന്ന ചടങ്ങിന് പ്രസിദ്ധമായ ജില്ല. അപ്പോൾ തുമ്പിത്തുള്ളൽ എന്ന് പറയുന്ന പ്രസിദ്ധമായ ചടങ്ങ് നടക്കുന്ന ജില്ല ഏതാണെന്ന് വെച്ചാൽ അത് കൊല്ലം ജില്ലയിലാണ്. വാമന പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ്? വാമന പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ്? തൃക്കാക്കര ക്ഷേത്രത്തിലാണ് വാമന പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം. വാമനന്റെ കാൽപാദം പതിഞ്ഞ ഭൂമി എന്ന അർത്ഥം വരുന്ന സ്ഥലം ഏതാണ്? വാമനന്റെ കാൽപാദം പതിഞ്ഞ ഭൂമി എന്ന അർത്ഥം വരുന്ന സ്ഥലം ഏതാണ്? അത് തൃക്കാക്കര. തൃക്കാൽക്കര. കണ്ട, അതാണ് തൃക്കാക്കര എന്ന് പറയുന്നത്. വാമനന്റെ കാൽപാദം പതിഞ്ഞ ഭൂമി എന്ന അർത്ഥം വരുന്ന സ്ഥലം. താങ്ക് യു.